Boche Gold and Diamonds. Buy now, pay later. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് കണ്ണിയമ്പുറത്തെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് ബുദ്ധിമുട്ട്. ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് പ്രവേശിക്കപ്പെടുന്ന രോഗികളുടെ എണ്ണം ചുരുക്കി. 27 രോഗിക്ക് കിടത്തി ചികിത്സയ്ക്ക് വിധേയമാക്കാനുള്ള സൗകര്യമുള്ള ആശുപത്രിയാണിത്. ജലക്ഷാമത്തെ തുടർന്ന് രോഗികളുടെ എണ്ണം കുറച്ചു. നിലവിൽ 15 രോഗികൾ മാത്രമാണ് ഇവിടെയുള്ളത്. മിക്കപ്പോഴും ബെഡുകൾ മുഴുവൻ രോഗികളെ കൊണ്ട് നിറയാറുള്ള ആശുപത്രിയിലാണ് പ്രതിസന്ധി. ജല അതോറിറ്റിയുടെ വെള്ളം 4 ദിവസത്തിലൊരിക്കൽ മാത്രമാണ് വരുന്നത്. ചിലപ്പോൾ ഇത് ഉണ്ടാകാറില്ല. ഉയർന്ന പ്രദേശമായതിനാൽ വെള്ളം എത്തുന്നില്ലെന്നാണ് പരാതി. ആശുപത്രി വളപ്പിലെ കിണറുകളിലും ജലലഭ്യത കുറഞ്ഞു. ശുചിമുറികളിൽ പോലും വെള്ളത്തിന് ക്ഷാമമായതോടെയാണ് കിടത്തി ചികിത്സ പ്രതിസന്ധിയിലായത്. അടിയന്തര സാഹചര്യമായതോടെ സ്വകാര്യ ഏജൻസിയിൽ നിന്നും ടാങ്കറിൽ വെള്ളം എത്തിക്കേണ്ടി വന്നു. ജല അതോറിറ്റിയുടെ പ്ലാന്റിൽ നിന്ന് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങളുടെ കാലതാമസം ഒഴിവാക്കാനായിരുന്നു ഇത്. പൈപ്പ് ലൈൻ വഴിയുള്ള ജലവിതരണം കാര്യക്ഷമമാക്കിയില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ജല അതോറിറ്റിയുടെ പ്ലാന്റിൽ നിന്ന് വെള്ളം ടാങ്കറിൽ എത്തിക്കേണ്ട സാഹചര്യമാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.